കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ PMCയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും നടക്കുന്നുണ്ട്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള നിലപാടുകൾ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു. ഇവിടെ ചർച്ചകളുണ്ടായി. ഇനിയും ചർച്ചകൾ വേണ്ടി വരും. പാർട്ടിക്കകത്ത് 27-ാം തീയതി അത്തരം നയപരമായ ചർച്ചകൾക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാൻ പോകുന്നുണ്ട്. ആ കമ്മിറ്റിയാണ് നയപ്രശ്നങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഴി കാണിക്കേണ്ട നേതൃത്വ സമിതി. എല്ലാവർക്കും ബോധ്യമുള്ളതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിഭാജ്യമായ ഭാഗമാണ് CPI. CPI LDFിന്റെ പുറകിലും വളർച്ചയിലും മറ്റേത് പാർട്ടിയെക്കാളും മഹത്തായ പങ്ക് വഹിച്ച പാർട്ടിയാണ്. LDFിന്റെ ചരിത്രം, അത് വന്ന വഴി, അതെല്ലാം CPIക്ക് അറിയാം. 56-ൽ ഐക്യകേരള പിറവി, അത് കഴിഞ്ഞ് വന്ന ഒന്നാം തിരഞ്ഞെടുപ്പ് കേരളത്തെ, അതിൽ ഭൂരിപക്ഷം കരസ്ഥമാക്കി പ്രകടനമേറ്റ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ഈ ചരിത്രമെല്ലാം LDFിനെ പറ്റി പറയുമ്പോൾ CPIക്ക് ഓർക്കേണ്ടതുണ്ട്. കാരണം CPI ആണ് അതിൻ്റെ സാരഥ്യം വഹിച്ച പാർട്ടി. 56-ലെ കേരളപ്പിറവികളെ തുടർച്ചയായിട്ട് വന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി 57-ലെ ഇലക്ഷന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോയെ പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ആ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിൻ്റെ കൺവീനർ സഖാവ് CH ചെറുതലായിരുന്നു. എല്ലാ രംഗത്തെയും സമഗ്രമായ വളർച്ചയിലൂടെ കേരളത്തിൻ്റെ പുരോഗതിക്ക് ഉള്ള ഗ്യാരണ്ടി ആയിരുന്നു ആ മാനിഫെസ്റ്റോ. അതിനന്ന് സഖാവ് അച്യുതമോഹൻ കൊടുത്ത തലക്കെട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അഭിമാനപൂർവ്വം CPI അത് ആവർത്തിക്കുന്നു. കേരളം കെട്ടിപ്പടുക്കാൻ. ആ മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊന്നൽ കൊടുത്തത് കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് മാത്രമല്ല, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്കും ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് അതീവ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. സമഗ്ര വളർച്ചയുടെ പാതയിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്കിനെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള എന്നത്തെയും വ്യക്തതയാണ് ഇത് പറയുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ആ വ്യക്തതയുടെ പാർട്ടിയാണ് CPI. വിദ്യാഭ്യാസ രംഗത്തെ ചലനങ്ങളെ ആ കാഴ്ചപ്പാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ PMCയെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഇടതുപക്ഷ വീക്ഷണത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.